നരേന്ദ്രമോദി ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡാണ്. ബി.ജെ.പിയുടെ പെട്ടിയിൽ വോട്ടുകൾ വീഴ്ത്തുന്ന ബ്രാൻഡ്, പാർട്ടിയുടെ ജനകീയ മുഖം. മോദിയെ മുന്നിൽ നിർത്തിയാണ് കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന് പിന്നാലെ വന്ന വിവിധ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും മോദി തന്നെയായിരുന്നു ബി.ജെ.പിയുടെ മുഖം. ആ ബ്രാൻഡിൽ വിശ്വാസമർപ്പിച്ചായിരുന്നു ഇത്തവണയും ബി.ജെ.പി തിരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയത്. ചെറുതായെന്ന് വിറച്ചെങ്കിലും വിശ്വാസം തെറ്റിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം വട്ടം പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി. മോദി 3 മന്ത്രിസഭയിൽ 72 നേതാക്കളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവിടെ ഉയർന്ന ഒരു ചെറിയ ചോദ്യം: രാഷ്ട്രപതി, പ്രധാനമന്ത്രി, എം.പിമാർ ഇവർക്കൊക്കെ എന്ത് പ്രതിഫലം കിട്ടും? ആദ്യം നമുക്ക് രാഷ്ട്രപതിയുടെ പ്രതിഫലം തന്നെ നോക്കാം. ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളും ചേർന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി. ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രസിഡൻഷ്യൽ വസതിയാണ് രാഷ്ട്രപതി ഭവൻ. സർക്കാരിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ജോലിയാണ് രാഷ്ട്രപതിയുടേത്. 5 ലക്ഷം രൂപയാണ് രാഷ്ട്രപതിയുടെ ശമ്പളം. 1951 രാഷ്ട്രപതിയുടെ ശമ്പളവും പെൻഷൻ നിയമവും പ്രകാരമാണ് പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം രാഷ്ട്രപതിക്ക് വിവിധ തരത്തിലുള്ള നികുതി ഇളവുകളും ലഭിക്കുന്നു. അതായത് വിമാനത്തിലും തീവണ്ടിയിലും സൗജന്യ യാത്ര, സൗജന്യ താമസം, വൈദ്യസഹായം, പ്രതിവർഷം ഓഫീസ് ചെലവുകൾക്ക് 1 ലക്ഷം രൂപ തുടങ്ങിയ അലവൻസും രാഷ്ട്രപതിക്ക് ലഭിക്കുന്നു. കാലാവധി കഴിയുന്നതോടെ 1.5 ലക്ഷം രൂപ രാഷ്ട്രപതിക്ക് പെൻഷൻ ഇനത്തിൽ പ്രതിമാസം ലഭിക്കും. ഫർണിഷ്ഡ് ബംഗ്ലാവ്, 2 സൗജന്യ ലാൻഡ് ലൈനുകൾ, 1 മൊബൈൽ ഫോൺ, 5 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, ഈ സൗകര്യങ്ങളും ലഭ്യമാണ്. കൂടെ വരുന്ന ആൾക്കാർക്കും വിമാനത്തിലും തീവണ്ടിയിലും സൗജന്യ യാത്ര ലഭിക്കും എന്നൊരു സൗകര്യം കൂടിയുണ്ട്. രാജ്യത്തെ വലിയ 2ാമത്തെ ഭരണഘടനാ പദവിയാണ് ഉപരാഷ്ട്രപതിയുടേത്. രാജ്യസഭയുടെ അധ്യക്ഷ പദവിക്ക് പുറമെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകളും ഉപരാഷ്ട്രപതി നിർവഹിക്കുന്നു. 1953 സാലറീസ് ആൻഡ് അലവൻസ് ഓഫ് ഓഫീസേഴ്സ് ഓഫ് പാർലമെന്റ് ആക്ട് പ്രകാരമാണ് ഉപരാഷ്ട്രപതിയുടെ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത്. ഉപരാഷ്ട്രപതിക്ക് അങ്ങനെ പ്രത്യേക ശമ്പളത്തിന് വ്യവസ്ഥയില്ല. പകരം രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള ആനുപാതികമായ പ്രതിഫലവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. 4 ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതിയുടെ മാസപ്രതിഫലം. സൗജന്യ താമസം, വൈദ്യസഹായം, വിമാനത്തിലും തീവണ്ടിയിലും സൗജന്യ യാത്ര, ലാൻഡ് ലൈൻ കണക്ഷൻ, മൊബൈൽ ഫോൺ സേവനം, ഇതോടൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലഭിക്കുന്നു. ഇവർക്ക് കാലാവധിക്ക് ശേഷം 1.5 ലക്ഷം രൂപ മാസ പെൻഷൻ ലഭിക്കും. ഇനി അടുത്തത് പ്രധാനമന്ത്രിയാണ്. സർക്കാരിന്റെ തലവനാണ് പ്രധാനമന്ത്രി. ഏതെങ്കിലും സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗത്തെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 1.66 ലക്ഷം രൂപയാണ് മാസ ശമ്പളം. ഇതിൽ അടിസ്ഥാന ശമ്പളം 50,000 രൂപയും 3,000 രൂപ എക്സ്പെൻസ് അലവൻസും 45,000 രൂപയുടെ പാർലമെന്ററി അലവൻസും ഡെയിലി അലവൻസായി 2,000 രൂപയും ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ഔദ്യോഗിക വസതി, SPG സുരക്ഷ, സർക്കാർ വാഹനങ്ങളിലും വിമാനങ്ങളിലും യാത്ര എന്നിവ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ വിദേശ യാത്രകളിൽ യാത്ര, താമസം, ഭക്ഷണച്ചെലവ് ഇതെല്ലാം സർക്കാർ വഹിക്കുന്നു. ഇനി കാലാവധി അവസാനിച്ചാലോ 5 വർഷത്തേക്ക് സൗജന്യമായി താമസവും വൈദ്യുതിയും കുടിവെള്ളവും SPG സുരക്ഷയും ലഭ്യമാക്കുന്നു. ഇനി പാർലമെന്റ് അംഗത്തിന് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. 1 ലക്ഷം രൂപയാണ് എംപിമാരുടെ മാസ ശമ്പളം. ഡെയിലി അലവൻസിന്റെ രൂപത്തിൽ ഓരോ 5 വർഷവും ഇത് വർദ്ധിക്കുന്നു. 50,000 രൂപയാണ് മാസ അടിസ്ഥാന ശമ്പളം. പാർലമെന്റ് സമ്മേളനങ്ങളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കുന്നതിന് 2,000 രൂപ ഡെയിലി അലവൻസ്. റോഡ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 16 രൂപ യാത്രബത്ത. പ്രതിമാസം 45,000 രൂപ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസും സ്റ്റേഷനറി, തപാൽ എന്നിവയ്ക്കായി 15,000 രൂപയും ഉൾപ്പെട്ട 45,000 രൂപ ഓഫീസ് ചെലവ് അലവൻസും ലഭിക്കും. ഇതോടൊപ്പം കുടുംബത്തിന് വൈദ്യസഹായം, ഔദ്യോഗിക ചുമതലകൾക്കുള്ള യാത്രാ തിരിച്ചടവ്, വാടകയില്ലാത്ത വസതി എന്നിവയും ലഭിക്കുന്നു. സ്വന്തം യാത്രയ്ക്കും അടുത്ത കുടുംബാംഗങ്ങളുടെ യാത്രയ്ക്കും വർഷത്തിൽ 34 സൗജന്യ ആഭ്യന്തര വിമാനയാത്ര. ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും ലഭിക്കുന്നു. 5 വർഷ കാലയളവിൽ പ്രധാന പ്രദേശങ്ങളിൽ വാടകരഹിത താമസ സൗകര്യം. ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നവർക്ക് പ്രതിമാസം 2 ലക്ഷം രൂപ ഭവന അലവൻസ്.
പ്രതിവർഷം 1,50,000 രൂപയുടെ സൗജന്യ ടെലിഫോൺ കോളുകൾ എന്നിവയും എംപിമാർക്ക് അനുവദിച്ചിട്ടുണ്ട്.